Welcome to my classroom, Design of Concrete Structures 2, CE 304 for Semester 6, K2 Civil Engineering students. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Design of Concrete Structures 2, Module 5. Today's topic, Design Philosophy and Requirements, Joints and IS Recommendation of Water Tank. Module 5, Water Tank. നമുക്ക് ഇന്ന് ഡിസൈൻ ഫിലോസഫി ആൻഡ് റിക്വയർമെന്റ്സ് നോക്കാം. ഓക്കെ, നമ്മൾ വാട്ടർ ടാങ്കിന്റെ ഡിസൈൻ ആണ്. അതിന് മുമ്പ് ഡിസൈൻ ഫിലോസഫി ആൻഡ് റിക്വയർമെന്റ്സ്. ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ട പോയിന്റ്, വാട്ടർ ടാങ്ക് ഈസ് ഡിസൈൻഡ് ബേസ്ഡ് ഓൺ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലാണ് വാട്ടർ ടാങ്ക് ഡിസൈൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലാണ് നമ്മൾ വാട്ടർ ടാങ്ക് ഡിസൈൻ ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ്, ഡിസൈൻ ഓഫ് വാട്ടർ ടാങ്ക് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് കോൺക്രീറ്റ് ഷുഡ് നോട്ട് ക്രാക്ക്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോട്ട് ചെയ്യേണ്ടതാണ്. Concrete should not crack. That means the cracking in concrete should be minimal so that there is no leakage and durability. ഈ ഒരു ലീക്കേജ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടു അവോയ്ഡ് ദ ലീക്കേജ് പ്രോബ്ലം, നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ. ഷുഡ് ബി അവോയ്ഡഡ്. സോ നമുക്ക് IS 456/2000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിസിബിൾ സ്ട്രെസ് ഇൻ ഡയറക്റ്റ് ടെൻഷന്റെ കാര്യത്തിൽ നമുക്ക് സൈലന്റ് ആണ്. സോ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മൾ IS 3370 വാട്ടർ ടാങ്കിന്റെ ഡിസൈനിന് വേണ്ടിയിട്ട് നമ്മൾ IS 3370 ആണ് എടുക്കുന്നത്. സോ കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും IS 456/2000 എന്ന് പറയുമ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ആണ്. നേരത്തെ വേർഷൻ എന്ന് പറയുന്ന IS 456/98 ആ വേർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. സോ IS 3370 എന്ന് പറയുന്നത് വാട്ടർ ടാങ്കിന്റെ ഡിസൈനിന് വേണ്ടിയിട്ടുള്ള കോഡാണ്. അത് ബേസ് ചെയ്തേക്കുന്നത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ആണ്. സോ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് വാട്ടർ ടാങ്കിന്റെ ഡിസൈന് ബേസ്ഡ് ഓൺ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. ഇനി ഒരു പോയിന്റ്, കോൺക്രീറ്റ് ഷുഡ് ബി ഇംപെർവിയസ്. ഓക്കെ, ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇംപെർവിയസ് ആണ്. സോ ദാറ്റ് മീൻസ് ദ കോൺക്രീറ്റ് ഷുഡ് ബി റിച്ച് ഇൻ സിമെന്റ് കണ്ടന്റ്. ദാറ്റ് മീൻസ് വാട്ടർ സിമെന്റ് റേഷ്യോ ഷുഡ് ബി ലോ. നമ്മൾ പൊതുവെ കോൺക്രീറ്റിങ്ങിന് വേണ്ടിയിട്ട്, അതായത് വാട്ടർ ടാങ്കിന് കോൺക്രീറ്റിന് വേണ്ടിയിട്ട് M30 ഗ്രേഡ് ആണ് പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ജനറലി വി യൂസ് M30 ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഡിസൈൻ ഫിലോസഫിയിൽ ഒന്ന് നോട്ട് ചെയ്യേണ്ടത്. വാട്ടർ ടാങ്കിന്റെ ഡിസൈൻ നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിസൈൻ ഓഫ് വാട്ടർ ടാങ്ക് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് കോൺക്രീറ്റ് ഷുഡ് നോട്ട് ക്രാക്ക്. കാരണം ഏറ്റവും കൂടുതൽ വാട്ടർ ടാങ്കിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാം, വീടുകളിലുള്ള ലീക്കേജിന്റെ ഒരു പ്രശ്നമാണ്. സോ നമുക്ക് ഈ ലീക്കേജ് പ്രോബ്ലം അവോയ്ഡ് ചെയ്ത് തന്നെ വേണം ഡിസൈനിൽ മുന്നോട്ട് പോകാനായിട്ട്. സോ നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ തന്നെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്തേക്കുന്നത്. ക്രാക്ക് ഫോം ചെയ്ത് അതിലൂടെ നമുക്ക് ലീക്കേജ് ഒരു പ്രശ്നം വരും, ഡ്യൂറബിലിറ്റി അഫക്ട് ചെയ്യും. സോ നമുക്ക് ഡ്യൂറബിലിറ്റി എൻഹാൻസ് ചെയ്തേ മതിയാവുള്ളൂ. സോ ലീക്കേജ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണം. ദർ ഇസ് നോ ലീക്കേജ് ആൻഡ് എൻഹാൻസ് ദ ഡ്യൂറബിലിറ്റി ആണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് IS 456/2000 ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് പറ്റില്ല. പഴയ കോഡ് പ്രകാരം, അതായത് പഴയ വേർഷൻ എന്ന് പറയുമ്പോൾ 2000 അല്ല, 98 ആണ്. സോ അതിൽ നമുക്ക് നിൽക്കാനേ പറ്റുള്ളൂ. കാരണം നമുക്ക് ലീക്കേജ് എന്ന് പറയുന്ന പ്രോബ്ലം അവോയ്ഡ് ചെയ്യണം. സോ നമ്മൾ IS 3370 ബേസ് ചെയ്തേക്കുന്നത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ഷുഡ് ബി ഇംപെർവിയസ് ആണ്. ദാറ്റ് മീൻസ് റിച്ച് ഇൻ സിമെന്റ് കണ്ടന്റ് ആണ്. വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുമ്പം ലോ ആയിരിക്കും. M30 ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ റിക്വയർമെന്റ്സിലേക്ക് പോവുകയാണെങ്കിൽ ജനറൽ ഡിസൈൻ റിക്വയർമെന്റ്സ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. IS കോഡ്സ് ഉണ്ട് 3370 തന്നെ. നമുക്ക് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അവൈലബിൾ ആണ്. അതിൽ പാർട്ട് 1 ജനറൽ റിക്വയർമെന്റ്സ് ആണ്. ഞാനൊന്ന് എടുക്കാമേ. ജനറൽ റിക്വയർമെന്റ്സ് ആണ് പാർട്ട് 1 എന്ന് പറയുന്നത് IS 3370 പാർട്ട് 1. ഓക്കെ, കുട്ടിയൊരു കോഡാണ്. സോ നമുക്ക് അതിനകത്തൂടെ ഒന്ന് പോവാം. ജനറൽ റിക്വയർമെന്റ്സിലേക്ക് നമുക്ക് പോവാം. ഹിയർ
നമുക്ക് ക്ലോസ് 4 കണ്ടോ? ക്ലോസ് 4 എക്സ്പോഷർ കണ്ടീഷൻ. ക്ലോസ് 4 ഒന്ന് നോട്ട് ചെയ്യാം. എക്സ്പോഷർ കണ്ടീഷൻ. ഓക്കെ, അവിടെ ഒന്ന് ഞാൻ റീഡ് ചെയ്യാമേ. For the purpose of this standard, parts of the structure retaining the liquid or enclosing the space above the liquid shall be considered as subject to severe condition as per IS 456. In case of members exposed to very severe or extreme condition, the relevant provisions of IS 456 shall apply. നമ്മൾ എക്സ്പോഷർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും IS 456 ഫോളോ ചെയ്ത് തന്നെ പോവാനാണ് IS 3370 പറയുന്നത്. സോ അതിൽ നമുക്ക് എന്താണ് എന്ന് IS 456 ഒന്ന് നോക്കാം. സോ എല്ലാവരും IS 456 സിവിയർ കണ്ടീഷനിൽ എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. പേജ് നമ്പർ 47, IS 456 പേജ് നമ്പർ 47. See, table 16, IS 456 2000, table 16, nominal cover to meet durability requirements. Exposure condition പറഞ്ഞിട്ടുണ്ട്. mild, moderate, severe, very severe and extreme. Nominal concrete cover in mm, not less than. See, മൈൽഡ് ആണ് എങ്കിൽ 20 mm, മോഡറേറ്റ് ആണ് 30. നമ്മളിവിടെ പറഞ്ഞത് സിവിയർ ആണ് എങ്കിൽ 45. സോ മിനിമം കവർ 45 mm പ്രൊവൈഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. വെരി സിവിയർ എക്സ്ട്രീം കണ്ടീഷൻസ് ഉണ്ട് 50 mm ആൻഡ് 75. സോ ആസ് പെർ IS 456 പേജ് നമ്പർ 47 ടേബിൾ 16 നോട്ടീസ് ചെയ്തേക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ റിക്വയർമെന്റ്സിൽ മിനിമം കവർ 45 mm. ഇനി സെക്കൻഡ് നമുക്ക് നോക്കാം മിനിമം കോൺക്രീറ്റ് ഗ്രേഡ്. ഓക്കെ, മിനിമം കോൺക്രീറ്റ് ഗ്രേഡ് പേജ് നമ്പർ 2 IS 33 പേജ് നമ്പർ 2 IS 3370 പാർട്ട് 1 ടേബിൾ 1. See, here it is. IS 3370 part 1 table 1. Minimum cement content, maximum water cement ratio and minimum grade of concrete. Plain concrete, reinforced concrete, pre-stressed concrete. Minimum cement content തന്നിട്ടുണ്ട് 250, 320, 360. Maximum water cement ratio പറഞ്ഞിട്ടുണ്ട് 0.5, 0.45, 0.4. Okay, RCC ആണെങ്കിൽ 0.45. മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് പറഞ്ഞിട്ടുണ്ട്. RCC മിഡിൽ 1 ആണ്. RCC ആണെങ്കിൽ M30 ആണ് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയോ? M30 ആണ് പറഞ്ഞേക്കുന്നത്. സോ മിനിമം സിമെന്റ്, ഈ പോയിന്റ് ആണ് നമ്മളിപ്പോ നോക്കിയത്. മിനിമം കോൺക്രീറ്റ് ഗ്രേഡ് M30 പേജ് നമ്പർ 2 IS 3370 ടേബിൾ 1. ഇനി സിമെന്റ് കണ്ടന്റ് ഷുഡ് നോട്ട് എക്സീഡ് 400 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. നമുക്ക് ക്ലോസ് 5, see, page number 1. Page number 1, IS 3370 part 1, clause 5. Here it is. Concrete. So, adil പറയുന്നുണ്ട് provisions given in IS 456 for concrete shall apply for reinforced concrete and pre-stressed members respectively subject to the following further requirements. Concrete shall conform to table 1. See, നമ്മൾ ഇവിടെ കണ്ടായിരുന്നു table 1 ഞാൻ പറഞ്ഞിരുന്നു. ടേബിൾ 1 പ്രകാരം RCC ആണെങ്കിൽ M30 ഗ്രേഡ് കൊടുക്കുക, പ്ലെയിൻ ആണെങ്കിൽ M20, പ്രീസ്ട്രസ്ഡ് ആണ് M40. സെക്കൻഡ് പോയിന്റ്, ദ സിമെന്റ് കണ്ടന്റ് നോട്ട് ഇൻക്ലൂഡിംഗ് ഫ്ലൈ ആഷ് ആൻഡ് ഗ്രൗണ്ട് ഗ്രാനുലേറ്റഡ് ബ്ലാസ്റ്റ് ഫർണസ് slag in excess of 400 kilogram per meter cube should not be used unless special consideration has been given in design to the increased risk of cracking due to drying shrinkage in thin sections or early thermal cracking and to increased risk of damage due to alkali silica reactions. Okay, അപ്പം cement content should not exceed 400 kilogram per meter cube ആണ് റിക്വയർമെന്റ്സ് നോക്കേണ്ടത്. അപ്പൊ should not exceed ആണ്, should not, cement content should not exceed 400 kilogram per meter cube. അപ്പൊ നമ്മുടെ തേർഡ് പോയിന്റ് അതായിരുന്നു, സിമെന്റ് കണ്ടന്റ് ഷുഡ് നോട്ട് എക്സീഡ് 400 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി ലാസ്റ്റ് നമ്മൾ നോക്കുന്നത് റിക്വയർമെന്റ്സിൽ ടു റെഡ്യൂസ് ക്രാക്കിംഗ് ഇൻ വാട്ടർ ടാങ്ക്. വാട്ടർ ടാങ്കിലെ ക്രാക്കിംഗ് നമുക്ക് റെഡ്യൂസ് ചെയ്യണം. ക്ലോസ് 8.2 പേജ് നമ്പർ 3 IS 3370 പാർട്ട് 1. സി
എവിടെയാണ് മെത്തേഡ് ഓഫ് കൺട്രോൾ പറയുന്നുണ്ട്. ക്രാക്കിങ്ങിന്റെ മെത്തേഡ്സ് ഓഫ് കൺട്രോൾ ആണ്. നമുക്ക് ക്രാക്കിംഗ് റെഡ്യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി ഇവിടെ 8.22, 8.23, 8.24, 25, 26, 27, 28, 29, 210 വരെ നമുക്ക് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് പോയിന്റ്സും റീഡ് ചെയ്യണം. ക്രാക്കിംഗ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. ക്രാക്കിംഗ് should be minimal, so no leakage and no effect of durability. അതായത് നമുക്ക് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞേക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ അഫക്റ്റിംഗ് ഡ്രൈയിങ് shrinkage in the amount of water per unit of concrete. Water can be reduced by use of both plasticizing admixtures and by using minimum amount of cement consistent with good quality. Okay. അപ്പം 8.2.2ൽ പറയുന്നത് എന്താ, നമുക്ക് വാട്ടറിനെ ക്രാക്കിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസ് ഓഫ് both plasticizing admixtures and by using minimum amount of cement consistent with good quality എന്നാണ്. മിനിമം amount of concrete യൂസ് ചെയ്യാനാണ്. മിനിമം amount of concrete അല്ല, മിനിമം amount of cement. മിനിമം amount of cement എന്ന് പറയുമ്പം 320 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സി നമ്മുടെ ടേബിൾ 1ൽ പറയുന്നുണ്ട് മിനിമം സിമെന്റ് കണ്ടന്റ് RCC ആണ് എങ്കിൽ 320 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സി ഹിയർ ഇറ്റ് ഈസ് മിനിമം സിമെന്റ് കണ്ടന്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. 320 ആണ് RCC. പ്ലെയിൻ ആണെങ്കിൽ 250, പ്രീസ്ട്രസ് ആണ് 360. സോ മിനിമം യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വാട്ടർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസ് ഓഫ് ബോത്ത് പ്ലാസ്റ്റിസൈയിങ് അഡ്മിക്സേഴ്സും പറഞ്ഞിട്ടുണ്ട്. ഒരു പോയിന്റ് അതാണ്. ഓക്കെ, അത് ക്ലിയർ ആയോ? യെസ്. ഇനി നമുക്ക് വേണ്ട 8.2.4 ഒന്ന് നോട്ടീസ് ചെയ്തേ. ക്രാക്കിംഗ് മേ ബി കൺട്രോൾഡ് ബൈ അവോയ്ഡിംഗ് ഓർ റെഡ്യൂസിംഗ് ദ ഗ്രേഡിയന്റ് ടു സ്റ്റീപ്പ് ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ ഓഫ് എസ്പെഷ്യലി ദ ഏർലി ഏജ് കോൺക്രീറ്റ്. Type of shuttering, de-shuttering procedures and curing method may affect the change in temperature and moisture. Curing shall be done for a period of not less than 14 days. So, നമ്മള് സെക്കൻഡ് പോയിന്റ് ആയിട്ട് നമ്മളൊന്ന് നോട്ടീസ് ചെയ്യേണ്ട ക്യൂറിംഗ് നോട്ട് ലെസ് ദാൻ 14 ഡേയ്സ് ആണ്. സോ അതും നോട്ടീസ് ചെയ്തേക്ക്. നമുക്ക് ക്രാക്കിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ട് ക്യൂറിംഗ് വേണം. അത് നോട്ട് ലെസ് ദാൻ 14 ഡേയ്സ് ആണ് പറയുന്നത്. ഇനി the risk of 8.2.5, the risk of cracking due to overall temperature and shrinkage effects may be minimized by limiting the changes in moisture content in concrete and temperature to which the structure as a whole is subjected. Tanks can remain wet. Okay, അതായത് to reduce the temperature and shrinkage effects by keeping the tank wet. 8.2.5 നോട്ടീസ് ചെയ്യേണ്ട പോയിന്റ് ആണ്. ടു റെഡ്യൂസ് ദ ടെമ്പറേച്ചർ എഫക്ട് ആൻഡ് ഷ്രിങ്കേജ് എഫക്ട് എന്ത് ചെയ്യണം? ബൈ കീപ്പിംഗ് ദ ടാങ്ക് വെറ്റ്. ഇനി അതുപോലെ തന്നെ നമ്മള് മിനിമൈസ്ഡ് ബൈ റെഡ്യൂസിങ് റെസ്ട്രെയിൻസ്, ഫ്രീ എക്സ്പാൻഷൻ വാൾസ്. ഇനി അതുപോലെ തന്നെ നമുക്കൊന്ന് നോട്ടീസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ഹിയർ 8.2.7 നോക്കുക, 2.8 നോക്കുക. സി 8.2.10 ഒന്ന് നോക്കാം. Correct placing of reinforcement bars, use of deformed bars closely spaced and use of small size bars lead to diffused distribution of cracks and hence are preferred practices. Okay, അപ്പൊ നമുക്ക് ആ ലാസ്റ്റ് പോയിന്റ് സ്മോൾ ഡയമീറ്റർ ബാർസും അതും ക്ലോസ്ലി സ്പേസ്ഡ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. എന്താ, സ്മോൾ ഡയമീറ്റർ ബാർസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്, അത് ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. സോ ഇത്രയും പോയിന്റ് നമ്മളൊന്ന് നോട്ടീസ് ചെയ്യേണ്ട പോയിന്റുകളാണ്, വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ക്രാക്കിംഗ് എന്താ പറഞ്ഞ, ക്രാക്കിംഗ് ഷുഡ് ബി മിനിമൽ, സോ നോ ലീക്കേജ് ആൻഡ് എൻഹാൻസ് ഡ്യൂറബിലിറ്റി ആണ് പറഞ്ഞേക്കുന്നത്. ക്യൂറിംഗിന്റെ നമ്മൾ പറഞ്ഞു നോട്ട് ലെസ് ദാൻ 14 ഡേയ്സ് ആണെന്ന് പറഞ്ഞു. അതുപോലെ ലീക്കേജ് ക്രാക്കിംഗ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ ക്യാൻ ബി reduced by use of both plasticizing admixtures and by using minimum amount of സിമെന്റ് ആണ്. അത് നമ്മൾ എത്രയാ പറഞ്ഞ 320 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ടേബിൾ 1ലുണ്ട്. അതുപോലെ ടെമ്പറേച്ചറും ഷ്രിങ്കേജ് എഫക്റ്റും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാങ്ക് വെറ്റായിട്ട് കീപ്പ് ചെയ്യുക.
അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ഒരു പോയിന്റ് നോട്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് സ്മോൾ ഡയമീറ്റേഴ്സ് ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുക. ഇത്രയും റിക്വയർമെന്റ്സ് നമ്മളൊന്ന് നോട്ടീസ് ചെയ്യണം. ക്ലോസ് പറഞ്ഞത് ക്ലോസ് 8-ലാണ്. സോ ഇതാണ് ടു റെഡ്യൂസ് ക്രാക്കിംഗ് ഇൻ വാട്ടർ ടാങ്കിന് നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ജനറൽ ഡിസൈൻ റിക്വയർമെന്റ്സിൽ നമ്മൾ എക്സ്പോഷർ കണ്ടീഷനിൽ അതിൽ പറഞ്ഞത് മിനിമം കവർ 45 mm വേണം ആസ് പെർ IS ടേബിൾ 16 പേജ് 47. അതുപോലെ തന്നെ ടേബിൾ 1-ൽ നമുക്ക് മിനിമം കോൺക്രീറ്റ് ഗ്രേഡ് M30 ആണ് പറഞ്ഞേക്കുന്നത് ജനറൽ ആയിട്ട്. അതുപോലെ സിമെന്റ് കണ്ടന്റ് ഷുഡ് നോട്ട് എക്സീഡ് 400 kg/m3 ക്ലോസ് 5-ൽ പറയുന്നുണ്ട്. അതുപോലെ ടു റെഡ്യൂസ് ദ ക്രാക്കിംഗ് ഇൻ വാട്ടർ ടാങ്ക് അത് നമ്മൾ ക്ലോസ് 8-ൽ കുറെ പോയിന്റ്സ് കണ്ടു, എങ്ങനെയാണ് ക്രാക്കിംഗ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളിൽ നോട്ടീസ് ചെയ്ത് തന്നെ വേണം ഡിസൈൻ നമ്മൾ ചെയ്യുമ്പോൾ, ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. ഇനി നമുക്ക് വാട്ടർ ടാങ്കില് നെക്സ്റ്റ് നോക്കേണ്ടത് ജോയിന്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ജോയിന്റ്സ് ഇൻ വാട്ടർ ടാങ്ക്സ്. സോ നമുക്ക് വാട്ടർ ടാങ്കിലെ ജോയിന്റ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് ഒന്ന് നോക്കാം. ഓക്കെ, ജോയിന്റ്സ് ഇൻ വാട്ടർ ടാങ്ക്. Joints are very important in water tank because this is the region where leakage can happen. ശരിക്കും ലീക്കേജ് ഉണ്ടാവുന്ന ഒരു പോർഷനാണ്, ലീക്കേജ് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു പോർഷനാണ് വാട്ടർ ടാങ്കിൽ ഈ ജോയിന്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താ പ്രോപ്പറായിട്ട് ഈ ജോയിന്റ് സീൽ ചെയ്യുക അല്ലെങ്കിൽ പെയിന്റ് ചെയ്യുകയും വേണം. പക്ഷെ അത് ആസ് പെർ IS 3370 ബേസിലായിരിക്കണം എന്നും ഉണ്ട്. ഓക്കെ, വാട്ടർ ടാങ്കിന്റെ ഡിസൈനിലേക്ക് വരുമ്പോൾ ജോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ജോയിന്റ് എന്ന് പറയുന്ന റീജിയനിലാണ് നമ്മുടെ ലീക്കേജ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലും. സോ നമ്മൾ ജോയിന്റ് പ്രോപ്പർലി സീൽഡ് ആൻഡ് സ്ട്രിപ്പ് പെയിന്റഡ് ആസ് പെർ IS 3370 ക്ലോസ് 10 പാർട്ട് 1. സോ എല്ലാവരും കോഡ് ഒന്ന് എടുക്കുക, നമുക്ക് അതിൽ ജോയിന്റിനെ പറ്റി ഒന്ന് നോക്കാം. ഓക്കെ, as per IS 3370 part 1, okay, ക്ലോസ് 10 ജോയിന്റ്സ് എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ ഉണ്ട്. സോ നമുക്ക് അതിൽ തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാമിനും ഇത് യൂസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവാം. സോ നമുക്ക് ജോയിന്റ്സ് 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. മൂവ്മെന്റ് ജോയിന്റ്, കൺസ്ട്രക്ഷൻ ജോയിന്റ് ആൻഡ് ടെമ്പററി ഓപ്പൺ ജോയിന്റ്സ്. 3 ജോയിന്റ്സിന്റെ കാര്യങ്ങളാണ് ആസ് പെർ കോഡിൽ പറയുന്നത്. മൂവ്മെന്റ് ജോയിന്റ്സ്, കൺസ്ട്രക്ഷൻ ജോയിന്റ്സ്, ടെമ്പററി ഓപ്പൺ ജോയിന്റ്സ്. ഈ മൂവ്മെന്റ് ജോയിന്റ്സ് തന്നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോൺട്രാക്ഷൻ ജോയിന്റ്സ്, എക്സ്പാൻഷൻ ജോയിന്റ്സ് ആൻഡ് സ്ലൈഡിംഗ് ജോയിന്റ്സ്. ഓക്കെ, നമുക്കത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഓക്കെ, സി കോഡ് എല്ലാവരും എടുക്കുക. പേജ് നമ്പർ 4 IS 3370 പാർട്ട് 1 ഇവിടെയുണ്ട് മൂവ്മെന്റ് ജോയിന്റ്സ്. ഈ മൂവ്മെന്റ് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്യുമ്പം ക്രിയേറ്റ് ആവുന്ന ജോയിന്റ്സിനെയാണ് നമ്മൾ മൂവ്മെന്റ് ജോയിന്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് കോൺട്രാക്ഷൻ ജോയിന്റ്സ്. A movement joint will deliberate discontinuity but no initial gap between the concrete on either side of the joint and the joint being intended to accommodate the contraction of the. ഈ കോൺട്രാക്ഷൻ ജോയിന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ allow concrete to contract during temperature changes. ടെമ്പറേച്ചർ ചേഞ്ച് വരുമ്പോൾ കോൺക്രീറ്റിനെ കോൺട്രാക്ട് ആവുന്ന അത്തരത്തിലുള്ള ജോയിന്റ് ആണ് കോൺട്രാക്ഷൻ ജോയിന്റ് എന്ന് പറയുന്നത്. സി ഈ കോഡിലെ തന്നെ പിക്ചറാണ്, ഇതൊന്ന് നോക്കുക. കംപ്ലീറ്റ് കോൺട്രാക്ഷൻ ജോയിന്റും ഇത് പാർഷ്യൽ കോൺട്രാക്ഷൻ ജോയിന്റുമാണ് കാണിച്ചേക്കുന്നത്. ഈ കംപ്ലീറ്റ് കോൺട്രാക്ഷൻ ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്ഷൻ ജോയിന്റ് അലൗ കോൺക്രീറ്റ് ടു കോൺട്രാക്ട് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പം കോൺക്രീറ്റ് കോൺട്രാക്ട് ആവുകയാണ് ചെയ്യുന്നത്. സോ കോൺട്രാക്ട് ആവുന്ന ടൈമിൽ ദിസ് ഇസ് സ്റ്റീൽ, ഇത് നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് ആണ്, ഇത് കോൺക്രീറ്റ് പാർട്ടാണ്, ഇതും റീഇൻഫോഴ്സ്മെന്റ് ആണ്. സോ ഇതെന്താ നമ്മുടെ ഈ റീഇൻഫോഴ്സ്മെന്റിന് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവും, പൊട്ടിപ്പോകും. സി കണ്ടോ, കോൺട്രാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് ഇതിന് ഡിസ്കണ്ടിന്യൂറ്റി സംഭവിക്കും. അതുപോലെ തന്നെ കോൺക്രീറ്റിനും ഡിസ്കണ്ടിന്യൂറ്റി സംഭവിക്കും. കോൺക്രീറ്റിന് ഡിസ്കണ്ടിന്യൂറ്റി സംഭവിക്കുമ്പോൾ എന്താ അവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യും. ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തത് ഇത് ക്രാക്ക് ആണ് കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്താ ആസ് പെർ IS 3370 പറഞ്ഞിരിക്കുന്നത് പ്രോപ്പർ ആയിട്ട് സീൽ ചെയ്യണം, അതുപോലെ തന്നെ സ്ട്രിപ്പ് പെയിന്റും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് കോൺട്രാക്ഷൻ ജോയിന്റിനകത്ത് സ്റ്റീലും ഡിസ്കണ്ടിന്യൂറ്റി പറ്റും, അതുപോലെ തന്നെ കോൺക്രീറ്റും ഡിസ്കണ്ടിന്യൂസ് ആവും. അത് വിത്ത് ഇനീഷ്യൽ ഗ്യാപ്പ് ഇവിടെ കണ്ടോ, നമ്മൾ അതിനെ സീൽ ചെയ്യും, ജോയിന്റ് സീൽ വെച്ചിട്ട് ഇത് നമ്മളെ സീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി പാർഷ്യൽ കോൺട്രാക്ഷൻ ജോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്റ്റീല് ഡിസ്കണ്ടിന്യൂസ് ആവത്തില്ല, കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റീൽ ആയിരിക്കും, പക്ഷെ ഡിസ്കണ്ടിന്യൂറ്റി ഇൻ കോൺക്രീറ്റ് ആയിരിക്കും. ഓക്കെ, കോൺക്രീറ്റ് ആയിരിക്കും ഡിസ്കണ്ടിന്യൂറ്റി സംഭവിക്കുന്നത്. അപ്പൊ കോൺട്രാക്ഷൻ ജോയിന്റ്സ് ഇതാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എക്സ്പാൻഷൻ ജോയിന്റ്സിനെ പറ്റിയാണ്. എക്സ്പാൻഷൻ ജോയിന്റ്സ് എന്ന് പറയുമ്പോൾ അലൗ കോൺക്രീറ്റ് ടു എക്സ്പാൻഡ് ആണ്.
ഓക്കെ, അലൗ കോൺക്രീറ്റ് ടു എക്സ്പാൻഡ് ആണ് എക്സ്പാൻഷൻ ജോയിന്റ് പറഞ്ഞേക്കുന്നത്. സി, അതിന്റെ പിക്ചർ ഇവിടെ ഉണ്ട്, കണ്ടോ? ഓക്കെ, എക്സ്പാൻഡ് ആവുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇവിടെയും ഡിസ്കണ്ടിന്യൂറ്റി ഇൻ ബോത്ത്, ക്ലിയർ ആവുന്നില്ല അല്ലെ, ഡിസ്കണ്ടിന്യൂറ്റി ഇൻ ബോത്ത് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ ആണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്കിതിന് വേണ്ടത് പ്രോപ്പറായിട്ട് സീൽ ചെയ്യുക, സ്ട്രിപ്പ് പെയിന്റിങ് കൊടുക്കുക. സി, ഈ ഫിഗറിലുണ്ട്, പ്രോപ്പറായിട്ട് സീൽ ചെയ്യണ സ്ട്രിപ്പ് പെയിന്റിങ്ങും നമ്മൾ കൊടുക്കണം. ഇനി നെക്സ്റ്റ്, അതായത് എക്സ്പാൻഷൻ ജോയിന്റിൽ ദർ ഇസ് എ ഗ്യാപ്പ് ആക്ച്വലി പ്രൊവൈഡഡ് ബിറ്റ്വീൻ ദ കോൺക്രീറ്റ് ആൻഡ് ദിസ് ഗ്യാപ്പ് മീൻസ് ഫിൽഡ് വിത്ത് ജോയിന്റ് ഫിൽറ്റർ. അതാണ് ഈ ജോയിന്റ് ഫില്ലർ കാണിച്ചേക്കുന്നത്. ഈ ഗ്യാപ്പിലാണ് നമ്മൾ ജോയിന്റ് ഫില്ലർ ചെയ്യുന്നത്. ഓക്കെ, തേർഡ് വൺ പറഞ്ഞേക്കുന്നത് സ്ലൈഡിംഗ് ജോയിന്റിനെ പറ്റിയാണ്. സ്ലൈഡിംഗ് ജോയിന്റിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. സ്ലൈഡിംഗ് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റ്സ് വിച്ച് അലൗ ദ അഡ്ജോയിനിങ് പാർട്ട്, സി കാണാമോ, ജോയിന്റ്സ് വിച്ച് അലൗ ദ അഡ്ജോയിനിങ് പാർട്സ് ടു സ്ലൈഡ് റിലേറ്റീവ് ടു ഈച്ച് അതർ. സ്ലൈഡിംഗ് മുഖേനയാണ് സ്ലൈഡിംഗ് ജോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കോൺക്രീറ്റ് വാട്ടർ ടാങ്കിലേക്ക് വരുമ്പോൾ വേർട്ടിക്കൽ വോളും വരുന്നുണ്ട്, ബോട്ടം സ്ലാബും വരുന്നുണ്ട്, അല്ലെ ബേസ് സ്ലാബ് അല്ലെ ഫ്ലോർ സ്ലാബും വരുന്നുണ്ട്. സോ അവിടെയാണ് ഈ സ്ലൈഡിംഗ് ജോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ശരിക്കും ഈ ഒരു സ്ലൈഡിംഗ് ജോയിന്റിന്റെ കാര്യം പറയുവാണെങ്കിൽ, സ്ലൈഡിംഗ് ജോയിന്റ്സ് അലൗ ദ ജോയിനിങ് പാർട്ട് ടു സ്ലൈഡ് റിലേറ്റീവ് ടു ഈച്ച് അതർ പറഞ്ഞു. അതുപോലെ സ്ലൈഡിംഗ് ജോയിന്റ്സ് ആർ യൂഷ്വലി പ്രൊവൈഡഡ് നമ്മൾ ടു റെഡ്യൂസ് ദ ബെൻഡി മൊമെന്റ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് വോൾ. ഞാനിപ്പോ പറഞ്ഞില്ലേ, വോളിന്റെയും ബേസ് സ്ലാബിന്റെയും അവിടെ വരുന്നതാണ് സ്ലൈഡിംഗ് ജോയിന്റ് എന്ന് പറഞ്ഞത്. ടു റെഡ്യൂസ് ദ ബെൻഡി മൊമെന്റ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് വോൾ ആൻഡ് ബേസ് സ്ലാബ് എന്നത് യൂഷ്വലി പ്രൊവൈഡഡ് ഇൻ നമ്മൾ സിലിണ്ട്രിക്കൽ വാട്ടർ ടാങ്കിലായിരിക്കും. ടു റെഡ്യൂസ് ദ ബെൻഡി മൊമെന്റ് ഇൻ വോൾ. ബെൻഡി മൊമെന്റ് ഇൻ വോൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്ലൈഡിംഗ് ജോയിന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് സിലിണ്ട്രിക്കൽ വാട്ടർ ടാങ്കിൽ. ഇനി നമ്മുടെ സെക്കൻഡ് ജോയിന്റ് നമ്മൾ പറഞ്ഞത് കൺസ്ട്രക്ഷൻ ജോയിന്റ്സ് ആണ്. ശരിക്കും വേണ്ട, സി ഇവിടെ ഉണ്ട് നമുക്ക് ഈ സ്ലൈഡിംഗ് ജോയിന്റ്, ഇതാണ് അതിന്റെ പിക്ചർ, ഇതാണ് സ്ലൈഡിംഗ് ജോയിന്റ്സ്. ഇതാണ് ഞാൻ പറഞ്ഞ വേർട്ടിക്കൽ വോള്, ഇതാണ് നമ്മുടെ ബേസ് സ്ലാബ് അല്ലെ ബോട്ടം സ്ലാബ് അല്ലെ നമ്മൾ ഫ്ലോർ സ്ലാബ് എന്ന് പറയും. സി, ഇവിടെ നമ്മൾ സ്ട്രിപ്പ് പെയിന്റും ജോയിന്റ് സീലിംഗും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ടൈപ്പ് കൺസ്ട്രക്ഷൻ ജോയിന്റ്സ്. കൺസ്ട്രക്ഷൻ ജോയിന്റ്സ് എന്ന് പറയുമ്പോൾ പ്രൊവൈഡഡ് ഫോർ കൺവീനിയൻസ് ഇൻ കൺസ്ട്രക്ഷൻ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ജോയിന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ജോയിന്റ് ഇൻ ദ കോൺക്രീറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ കൺവീനിയൻസ് ഇൻ കൺസ്ട്രക്ഷൻ അറ്റ് വിച്ച് സ്പെഷ്യൽ മെഷേഴ്സ് ആർ ടേക്കൺ ടു അച്ചീവ് സബ്സിക്വന്റ് കണ്ടിന്യൂറ്റി വിത്തൌട്ട് പ്രൊവിഷൻ ഫോർ ഫർദർ റിലേറ്റീവ് മൂവ്മെന്റ് ഈസ് കോൾഡ് കൺസ്ട്രക്ഷൻ ജോയിന്റ്. ഇനി ലാസ്റ്റ് നമ്മൾ പറയുന്നത് ടെമ്പററി, സി ഇവിടെ സി തേർഡ് വൺ, ടെമ്പററി ഓപ്പൺ ജോയിന്റ്. അത് നമുക്ക് ഇവിടെ കോഡിൽ ഉണ്ട്. ടെമ്പററി ഓപ്പൺ ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്യാപ്പ് ടെമ്പറലി ലെഫ്റ്റ് ബിറ്റ്വീൻ ദ കോൺക്രീറ്റ് ഓഫ് adjoining parts of a structure which after a suitable interval and before the structure is put into use is filled with concrete either completely or as provided with. See, ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഒന്നി നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഇനീഷ്യൽ ഗ്യാപ്പ് ലേറ്റർ ഫിൽഡ് വിത്ത് കോൺക്രീറ്റ്. ജോയിന്റ് സീലിംഗ് കോമ്പൗണ്ട് ആണ്, സ്ട്രിപ്പ് പെയിന്റിങ്ങും യൂസ് ചെയ്തിട്ടുണ്ട്. ടെമ്പററി ഓപ്പൺ ജോയിന്റ്സ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ജോയിന്റ്സ് തന്നെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്: മൂവ്മെന്റ് ജോയിന്റ്, കൺസ്ട്രക്ഷൻ ജോയിന്റ് ആൻഡ് ടെമ്പററി ഓപ്പൺ ജോയിന്റ്. മൂവ്മെന്റ് ജോയിന്റ് തന്നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: കോൺട്രാക്ഷൻ ജോയിന്റ്, എക്സ്പാൻഷൻ ജോയിന്റ് ആൻഡ് സ്ലൈഡിംഗ് ജോയിന്റ്. സോ ജോയിന്റിന്റെ കാര്യം ഇത്രയാണ്. നിങ്ങൾക്ക് എക്സാമിന് ജോയിന്റ് നമുക്കൊരു തിയറി പാർട്ട് 4 മാർക്സ് 6 മാർക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആസ് പെർ കോഡ് തന്നെ IS 3370 പാർട്ട് 1 ക്ലോസ് 10-ലുണ്ട്. നിങ്ങൾക്ക് ജോയിന്റ് എന്താണ്, ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ടേം ഇൻ വാട്ടർ ടാങ്ക് ആണ്. ബിക്കോസ് ആ ഒരു റീജിയനിലായിരിക്കും ലീക്കേജിന്റെ എഫക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. സോ നമുക്കത് പ്രോപ്പർലി സീൽ ചെയ്യണം, അതുപോലെ തന്നെ സ്ട്രിപ്പ് പെയിന്റും ചെയ്യണം. പക്ഷെ അത് ആസ് പെർ IS 3370 ആണ്. സോ കോഡ് പ്രകാരമാണ്. സോ നമ്മൾ ജോയിന്റ്, മൂവ്മെന്റ് ജോയിന്റും കൺസ്ട്രക്ഷൻ ജോയിന്റ്സും ഓപ്പൺ ടെമ്പററി ജോയിന്റ്സും നമുക്ക് കോഡിൽ വിത്ത് ഫിഗർ അവൈലബിൾ ആണ്. പക്ഷെ എക്സാമിന് മുന്നായിട്ട് ഇത് റീഡ് ചെയ്യുക, നന്നായിട്ട് ഫിഗർ വെച്ച് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ ജോയിന്റ്സിന്റെ കാര്യങ്ങൾ ഇത്രയും ആണ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമുക്ക് മെത്തേഡ് ഓഫ് ഡിസൈൻ. നമുക്ക് വാട്ടർ ടാങ്ക് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് മെത്തേഡ് ഓഫ് ഡിസൈനും കൂടെ ഒന്ന് നോക്കിയിട്ട് ഡിസൈൻ ചെയ്യാം. മെത്തേഡ് ഓഫ് ഡിസൈൻ നമുക്ക് പറയുന്നത് ആസ് പെർ IS 3370 പാർട്ട് 2-ലാണ്.
ആസ് പെർ IS 3370 പാർട്ട് 2. സോ നിങ്ങൾ പാർട്ട് 2 ഒന്ന് എടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, സോ നമ്മൾ ദിസ് ഇസ് IS 3370 പാർട്ട് 2. സോ മെത്തേഡ് ഓഫ് ഡിസൈൻ ആസ് പെർ IS 3370 പാർട്ട് 2 പ്രകാരം നമുക്ക് പേജ് നമ്പർ ക്ലോസ് 4.3 സി പേജ് നമ്പർ 2 മെത്തേഡ് ഓഫ് ഡിസൈൻ ക്ലോസ് 4.3 അവൈലബിൾ ആണ്. നമുക്ക് രണ്ട് മെത്തേഡാണ് ആസ് പെർ കോഡ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് 4.4 ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. സോ ക്ലോസ് 4.4 നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ആണ് ആസ് പെർ കോഡ് പറയുന്നത്. 4.4 ഓക്കെ, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ആണ് പറയുന്നത്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ പറഞ്ഞേക്കുന്നത് എന്താ, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് റെക്കമെൻഡേഷൻ ഗിവൺ ഇൻ IS 456 ഷാൽ ബി ഫോളോഡ്. IS 456 ഫോളോ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ലിമിറ്റ് സ്റ്റേറ്റ്സ് ഓഫ് സർവീസബിലിറ്റി, ഡിഫ്ലക്ഷൻ, ലിമിറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ ഷാൽ ബി ആസ് പെർ IS 456 ബേസ് ചെയ്ത് തന്നെ ഡിഫ്ലക്ഷൻ നോക്കുക. ക്രാക്കിങ്ങും ആസ് പെർ IS 456 നോക്കുക. ബട്ട് ക്രാക്ക് വിഡ്ത്ത് ഷാൽ നോട്ട് എക്സീഡ് 0.2 mm ആണ് പറഞ്ഞേക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ പറഞ്ഞേക്കുന്നത്. നമ്മൾ വാട്ടർ ടാങ്കിന്റെ ഡിസൈനിൽ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് അല്ല ഫോളോ ചെയ്യുന്നത്, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ആണ്. സെക്കൻഡ് നമ്മുടെ പോയിന്റ് പറഞ്ഞേക്കുന്നത് മെത്തേഡ് ഓഫ് ഡിസൈനിൽ ഫസ്റ്റ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ആണ്. അത് ആസ് പെർ IS 456 മൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സെക്കൻഡ് ഈസ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ക്ലോസ് 4.5 IS 3370 4.5 ആണ്. സി ഹിയർ ഇറ്റ് ഈസ്. ഓക്കെ, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ക്ലോസ് 4.5. നമുക്ക് കുറച്ച് ബേസിക്സ് ഓഫ് ഡിസൈൻ കുറച്ച് അസംഷൻസ് പറയുന്നുണ്ട്. സി ഇവിടെ കാണാം 4 അസംഷൻസ് പറയുന്നുണ്ട്. ഫസ്റ്റ്, അറ്റ് എനി ക്രോസ് സെക്ഷൻ പ്ലെയിൻ സെക്ഷൻ റിമൈൻസ് പ്ലെയിൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ബെൻഡിങ്. ഫസ്റ്റ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ ബെൻഡിങ് പ്ലെയിൻ സെക്ഷൻസ് റിമൈൻസ് പ്ലെയിൻ. Second, both steel and concrete are perfectly elastic. Okay, concrete ആണെങ്കിലും സ്റ്റീൽ ആണെങ്കിലും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. സെക്കൻഡ് അസംഷൻ. ആൻഡ് തേർഡ് പറഞ്ഞേക്കുന്നത് പെർമിസിബിൾ സ്ട്രെസ്സസ് ആണ്. ദ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ആൻഡ് സ്ട്രെസ് ഇൻ സ്റ്റീൽ ഷുഡ് വിത്തിൻ ദ പെർമിസിബിൾ ലിമിറ്റ്. തേർഡ് പോയിന്റ് പറയുന്നത് അതാണ്. ഫോർത്ത് അസംഷൻ, സ്ട്രെങ്ത് കാൽക്കുലേഷൻ ഓഫ് ദ കോൺക്രീറ്റ് ഹാസ് no tensile strength. അതായത് strength calculation of concrete is ignored in the tensile strength, ignored in the strength calculation ആണ് പറഞ്ഞേക്കുന്നത്. In strength calculation the concrete has no ടെൻസൈൽ സ്ട്രെങ്ത്. അതായത് ടെൻസൈൽ സ്ട്രെങ്ത് ഇഗ്നോർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് സ്ട്രെങ്ത് കാൽക്കുലേഷനകത്ത്. അങ്ങനെ 4 അസംഷൻ ബേസിലാണ് നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ വാട്ടർ ടാങ്ക് ഡിസൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് അസംഷൻ പറഞ്ഞേക്കുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ബെൻഡിങ് ദ പ്ലെയിൻ സെക്ഷൻ റിമൈൻസ് പ്ലെയിൻ. സെക്കൻഡ്, കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ ബോത്ത് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ആൻഡ് തേർഡ് പോയിന്റ്, ദ സ്ട്രെസ്സസ് ഇൻ കോൺക്രീറ്റ് ആൻഡ് സ്ട്രെസ്സസ് ഇൻ സ്റ്റീൽ വിത്തിൻ ദ പെർമിസിബിൾ ലിമിറ്റ് ആയിരിക്കണം. ആൻഡ് ഫൈനലി ദർ ഇസ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈസ് ഇഗ്നോർഡ് ഇൻ ദ സ്ട്രെങ്ത് കാൽക്കുലേഷൻ. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. വിത്തിൻ ദ പെർമിസിബിൾ ലിമിറ്റ് നമ്മൾ തേർഡ് അസംഷൻ പറഞ്ഞിരുന്നു. സോ നമുക്ക് പെർമിസിബിൾ ലിമിറ്റ്സ് എല്ലാം ഒന്ന് പരിചയപ്പെടാം. ടേബിൾ 1 പേജ് നമ്പർ 2 തന്നെ IS 3370 പെർമിസിബിൾ കോൺക്രീറ്റ് സ്ട്രെസ്സസ് ഇൻ കാൽക്കുലേഷൻ റിലേറ്റിംഗ് ടു റെസിസ്റ്റൻസ് ടു ക്രാക്കിംഗ്. അത് ടേബിൾ 1 ഡയറക്റ്റ് ടെൻഷൻ ഡ്യൂ ടു ബെൻഡിങ് M25 M30 വാല്യൂസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രെങ്ത് കാൽക്കുലേഷനിൽ ടേബിൾ 2 പെർമിസിബിൾ സ്ട്രെസ്സസ് ഇൻ കോൺക്രീറ്റ്, അതും ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പെർമിസിബിൾ സ്ട്രെസ്സസ് ഇൻ കംപ്രഷൻ ഇവിടെ അവൈലബിൾ ആണ്. സി അതുപോലെ തന്നെ നമുക്ക് ടേബിൾ 3 പെർമിസിബിൾ ഷിയർ സ്ട്രെസ്സസ് ഇൻ കോൺക്രീറ്റിന്റെ കാര്യവും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ടേബിളും കൂടി ഉണ്ട്, ടേബിൾ 4 പെർമിസിബിൾ സ്ട്രെസ്സസ് ഇൻ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ്. അതിൽ ടൈപ്പ് ഓഫ് പറഞ്ഞിട്ടുണ്ട്. ടെൻസൈൽ സ്ട്രെസ്സസ് ഇൻ മെമ്പേഴ്സ് അണ്ടർ ഡയറക്റ്റ് ടെൻഷൻ, അതുപോലെ തന്നെ കംപ്രസീവ് സ്ട്രെസ്സസും പറയുന്നുണ്ട്. അതിൽ പ്ലെയിൻ റൗണ്ട് മൈൽഡ് സ്റ്റീൽ ടെൻസൈൽ സ്ട്രെസ് വാല്യൂ 115 Newton/mm² ആണ്. ഹൈ സ്ട്രെങ്ത് ഡീഫോംഡ് ബാർ HYSD ബാർസ് 130 ആണ് പറയുന്നത്. സോ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ പെർമിസിബിൾ ലിമിറ്റ്സ് നോക്കി തന്നെ പോകണം. നമുക്ക് ടേബിൾ 1, 2, 3, 4 ഉണ്ട്. അസംഷൻസ് ബേസിൽ വിത്തിൻ ദ പെർമിസിബിൾ ലിമിറ്റ് ആയിരിക്കണം. അതുപോലെ സ്ട്രെങ്ത് കാൽക്കുലേഷനിൽ വരുമ്പം ടെൻസൈൽ സ്ട്രെങ്ത് ഇഗ്നോർ ചെയ്യാനുമാണ് പറഞ്ഞിരിക്കുന്നത്. സോ മെത്തേഡ് ഓഫ് ഡിസൈൻ 2 ടൈപ്പാണ്, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡും വർക്കിംഗ് സ്ട്രെസ് മെത്തേഡും. ഡിസൈൻ ഓഫ് വാട്ടർ ടാങ്ക് നമ്മൾ ബേസ്ഡ് ഓൺ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡാണ്. നമ്മൾ അസംഷൻസും കണ്ടു.
ഇനി നമുക്ക് പറയുവാണെങ്കിൽ നമുക്ക് ഒരു 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 വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു പോയിന്റും കൂടെ ഒന്ന് നോട്ടീസ് ചെയ്ത് വേണം പോവാനായിട്ട്. അതായത് കോൺസെപ്റ്റ് ഓഫ് മോഡുലാർ റേഷ്യോ. നമുക്ക് ഡിസൈനിന് മുമ്പ് അതും കൂടി ഒന്ന് നോക്കിയേക്കാം. So next point, concept of modular ratio in working stress method. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലെ കോൺസെപ്റ്റ് ഓഫ് മോഡുലാർ റേഷ്യോനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എം എന്നാണ്. ആക്ച്വലി മോഡുലാർ റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ടു യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ്. ദാറ്റ് ഈസ് ഞാൻ പറഞ്ഞു സ്മോൾ എം ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ES/EC, റേഷ്യോ ഓഫ് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ടു യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് ആണ് മോഡുലാർ റേഷ്യോ എന്ന് പറഞ്ഞത്. ശരിക്കും വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് ബിഹേവ്സ് ലീനിയർലി ആണ്. സോ നമുക്ക് എന്താ, വി യൂസ് ദിസ് മോഡുലാർ റേഷ്യോ കോൺസെപ്റ്റ് ടു കൺവേർട്ട് ദ സ്റ്റീൽ ഏരിയ ഇൻ ടു ഇക്വലന്റ് കോൺക്രീറ്റ് ഏരിയ. നമ്മൾ സ്റ്റീൽ ഏരിയനെ ഇക്വലന്റ് കോൺക്രീറ്റ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഒരു അൺക്രാക്ഡ് സെക്ഷൻ ആയി എടുക്കുന്നെങ്കിൽ ഇക്വലന്റ് ഏരിയയുടെ ഇക്വേഷൻ വി നോ ദാറ്റ് AE ഇക്വലന്റ് ഏരിയ ഈക്വൽ ടു ഗ്രോസ് ഏരിയ AG പ്ലസ് M-1 ഇൻറ്റു AST. നേരെ മറിച്ച് നമ്മൾ ഒരു ക്രാക്ഡ് സെക്ഷൻ ആയി എടുക്കുന്നെങ്കിൽ, ഒരു ക്രാക്ഡ് സെക്ഷൻ എടുക്കുക, സപ്പോസ് ഇതാണ് ഒരു ഫിഗർ, ക്രാക്ഡ് സെക്ഷന്റെ ഒരു ഫിഗർ പറയുകയാണെങ്കിൽ ശരിക്കും അൺക്രാക്ഡ് സെക്ഷനാ പറയുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഇത് ന്യൂട്രൽ ആക്സിസ് ആണ്, ഡെപ്ത് D ആണ്. സോ ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. നമ്മുടെ ന്യൂട്രൽ ആക്സിസിന് മുകളിൽ നമുക്ക് കംപ്രഷൻ സോണും താഴെ നമുക്ക് ടെൻഷൻ സോണും ആണ്. സോ ടെൻഷൻ സോണിൽ നമ്മൾ കമ്പി ഇട്ടിട്ടുണ്ട്, റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നമ്മുടെ ഇക്വലന്റ് ഏരിയയുടെ ഇക്വേഷൻ വരുന്നത് AE ഈക്വൽ ടു AG പ്ലസ് M-1 ഇൻറ്റു AST ആണ്. ഇനി നമ്മളൊരു ക്രാക്ഡ് സെക്ഷനാണ് എടുക്കുന്നതെങ്കിൽ, ഒരു ക്രാക്ഡ് സെക്ഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഇൻ ടെൻഷൻ ഷുഡ് ബി ഇഗ്നോർഡ് ആണ്. ഓക്കെ, ക്രാക്ഡ് സെക്ഷനിൽ കോൺക്രീറ്റ് ഇൻ ടെൻഷൻ, കോൺക്രീറ്റ് ഇൻ ടെൻഷൻ ഷുഡ് ബി ഇഗ്നോർഡ്. ഓക്കെ, അപ്പൊ എന്താ, കോൺക്രീറ്റ് ഏരിയ ബിലോ ദ ന്യൂട്രൽ ആക്സിസ്, അതായത് ന്യൂട്രൽ ആക്സിസിന് താഴെയുള്ള കോൺക്രീറ്റ് ഏരിയ ഷുഡ് ബി നെഗ്ലക്റ്റഡ്. ഓക്കെ, ന്യൂട്രൽ ആക്സിസിന് താഴെയുള്ള കോൺക്രീറ്റ് ഏരിയ നമുക്ക് എന്താ നെഗ്ലക്ട് ചെയ്യണം. സി, അതാണ് ഈ ഒരു ഫിഗറിൽ ഞാൻ കാണിച്ചേക്കുന്നത്. ക്ലിയർ ആയോ? ഒരു സെക്ഷൻ കാണിച്ചിട്ടുണ്ട്, ക്രാക്ഡ് സെക്ഷൻ, അതിന്റെ ഡെപ്ത് D ആണ്, റീഇൻഫോഴ്സ്മെന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ന്യൂട്രൽ ആക്സിസ്. സോ ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, ദിസ് ഇസ് കംപ്രഷൻ സോൺ ആൻഡ് ദിസ് ഇസ് ടെൻഷൻ സോൺ. ക്രാക്ഡ് സെക്ഷൻ ആണെങ്കിൽ ദ കോൺക്രീറ്റ് ഇൻ ടെൻഷൻ ഷുഡ് ബി ഇഗ്നോർഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. സോ അതായത് ന്യൂട്രൽ ആക്സിസ് ബിലോ ദ ന്യൂട്രൽ ആക്സിസ്, കോൺക്രീറ്റ് ഏരിയ ബിലോ ദ ന്യൂട്രൽ ആക്സിസ് ഷുഡ് ബി നെഗ്ലക്റ്റഡ് ആണ്. എന്ത് മാത്രമേ ഉള്ളൂ, എന്ത് മാത്രമേ അവിടെ നിൽക്കുകയുള്ളൂ? ഒൺലി ദ സ്റ്റീൽ ഏരിയ. നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റീൽ ഏരിയനെ ഈ മോഡുലാർ റേഷ്യോയുടെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് സ്റ്റീൽ ഏരിയനെ കൺവേർട്ടഡ് ഇൻ ടു ഇക്വലന്റ് കോൺക്രീറ്റ് ഏരിയ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് മോഡുലാർ റേഷ്യോ, ദാറ്റ് ഈസ് M ഇൻറ്റു AST. ഓക്കെ, നമുക്ക് എല്ലാം തന്നെ അറിയാം, ന്യൂട്രൽ ആക്സിസ് വിൽ ഓൾവേസ് പാസ് ത്രൂ ദ സെൻട്രോയിഡൽ ആക്സിസ് ആണ് എന്ന് നമുക്കറിയാം. സോ നമുക്ക് ആ ഒരു ഡെപ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്, ഈ ഒരു ഡെപ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഞാൻ K ഇൻറ്റു D എന്നാണ് ആ ഒരു ഡെപ്ത് എടുത്തേക്കുന്നത്. അതായത് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള കംപ്രഷൻ സോണിന്റെ ഒരു ഡെപ്ത് എന്ന് പറഞ്ഞാൽ K ഇൻറ്റു D ആണ്. സോ നമുക്ക് വി ഹാവ് ടു ടേക്ക് മൊമെന്റ് ഓഫ് ഏരിയ അബൌട്ട് ന്യൂട്രൽ ആക്സിസ്. സോ നമുക്ക് മൊമെന്റ് ഓഫ് ഏരിയ എടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയാലോ? ഇത് കോൺസെപ്റ്റ് ക്ലിയർ ആയാലോ? അൺക്രാക്ഡ് സെക്ഷൻ ആണെങ്കിൽ നമ്മുടെ ഇക്വലന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ AG പ്ലസ് M-1 ഇൻറ്റു AST ആണ്. ഒരു ക്രാക്ഡ് സെക്ഷൻ എടുക്കുമ്പോൾ അവിടെ കോൺക്രീറ്റ് ഇൻ ടെൻഷൻ ഷുഡ് ബി ഇഗ്നോർഡ് ആണ്. സോ ന്യൂട്രൽ ആക്സിസിന് താഴെ വരുന്ന പോർഷനിൽ നമ്മുടെ കോൺക്രീറ്റിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യണം. എന്നാൽ അവിടെ സ്റ്റീൽ ഏരിയ വരുന്നുണ്ട്, അതിനെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോൺസെപ്റ്റ് ഓഫ് മോഡുലാർ റേഷ്യോ നമുക്ക് കൺവേർട്ടഡ് ടു ഇക്വലന്റ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമ്മളൊരു ക്രാക്ഡ് സെക്ഷന്റെ അനാലിസിസിൽ വരുവാണെങ്കിൽ നമ്മളൊരു ബാലൻസ്ഡ് സെക്ഷൻ ആണ് എടുക്കുന്നത്. ഞാൻ അതിന്റെ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ബാലൻസ്ഡ് സെക്ഷൻ ആണ്. ബാലൻസ് കാണാവുന്നില്ല അല്ലേ? എഴുതാം. ബാലൻസ്ഡ് അനാലിസിസ് ഓഫ് ക്രാക്ഡ് സെക്ഷൻ അനാലിസിസ് ആണ് പറയുന്നത്. Balanced section is a section in which stress is acting in concrete
and that applied in steel section will attain permissible value simultaneously. Okay, അതാണ് നമ്മുടെ ഒരു ബാലൻസ്ഡ് സെക്ഷൻ പറഞ്ഞേക്കുന്നത്. ഒരു സെക്ഷൻ കാണിച്ചിട്ടുണ്ട്, അതിന്റെ സ്ട്രെയിൻ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. See, this is the stress diagram. Okay, strain diagram, stress diagram കാണിച്ചിട്ടുണ്ട്. Here sigma CBC permissible compressive stress in concrete in bending and sigma ST, here sigma ST permissible stresses in steel. Okay, അങ്ങനെയാണ് എങ്കിൽ നമ്മൾ അനാലിസിസിലേക്ക് പോവുകയാണ് എങ്കിൽ ഫോഴ്സ് ഇൻ സ്റ്റീൽ, ഫോഴ്സ് ഇൻ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താ, സിഗ്മ ST ഇൻറ്റു AST ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഇൻ കോൺക്രീറ്റ് എന്താ, ഫോഴ്സ് ഇൻ കോൺക്രീറ്റ് എന്ന് പറയുമ്പം നമുക്ക് എന്താ ഈ ഒരു പോർഷൻ വരുന്നത്, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഇതെന്താ സിഗ്മ CBC ഇൻറ്റു നമുക്ക് ബ്രെഡ്ത്ത് B, ഡെപ്ത് KD. ഓക്കെ, ഇനി KD ഇത് ആക്ട് ചെയ്യുന്ന എവിടെയാ, ഇതിന്റെ CG വരുന്നത് എന്താ, KD/3. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഫോഴ്സ് ഇൻ സ്റ്റീൽ എന്ന് പറയുമ്പോൾ സിഗ്മ ST ഇൻറ്റു AST, ഫോഴ്സ് ഇൻ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു സിഗ്മ CBC ഇൻറ്റു ഈ ഡെപ്ത് KD, ബ്രെഡ്ത്ത് B. ഇത് ആക്ട് ചെയ്യുന്നത് ആക്ടിങ് അറ്റ് KD/3. ഓക്കെ, okay, force in steel sigma ST into AST and force in concrete half into sigma CBC into B into KD at KD/3 ലാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ദിസ് ഇസ് സ്ട്രെയിൻ ഡയഗ്രാം ആൻഡ് ദിസ് ഇസ് സ്ട്രെസ് ഡയഗ്രാം. സ്ട്രെസ് ഡയഗ്രാം കൺവേർട്ടഡ് ടു സ്ട്രെയിൻ ഡയഗ്രാം, സ്ട്രെസ് ഡയഗ്രത്തിനെ സ്ട്രെയിൻ ഡയഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യുക. സോ നമ്മുടെ EC വെച്ച് നമുക്ക് എന്നിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് സിഗ്മ CBC/EC ആൻഡ് സിഗ്മ ST/EC നമുക്ക് മോഡുലാർ റേഷ്യോ എമ്മിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടണം. പിന്നെ നമ്മൾ ഇവിടെ ഒരു കോഎഫിഷ്യന്റ് ഓഫ് എഫക്റ്റീവ് ഡെപ്ത് KD, നമ്മൾ ഈ ഒരു പോർഷനെ ഇത് ഇത്രയും D ആണ്, നമ്മൾ ഈ ഒരു പോർഷനെ KD എന്നാണ് എടുത്ത. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് എഫക്റ്റീവ് ഡെപ്ത് ആണ്. സോ കോഎഫിഷ്യന്റ് ഓഫ് എഫക്റ്റീവ് ഡെപ്ത് ആണ്. സോ നമുക്ക് ആ കെയും ഡിയും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമ്മളിവിടെ സിഗ്മ CBC/EC യും സിഗ്മ ST/EC യും ചെയ്തു. സോ ഈ ഒരു സ്ട്രെയിൻ ഡയഗ്രാം ഞാൻ ഇവിടേക്ക് എടുത്തു. ഇത് ഡെപ്ത് D ആൻഡ് ന്യൂട്രൽ ആക്സിസിന് മുകളിൽ നമ്മൾ KD എന്നാണ് ഡിനോട്ട് ചെയ്തത്. സോ നമുക്ക് സിമിലർ ട്രയാങ്കിൾ ഒന്ന് സോൾവ് ചെയ്യാം. സിഗ്മ CBC, ഇവിടെ സിഗ്മ ST, സിഗ്മ CBC/EC divided by sigma ST/EC equal to KD divided by E distance. E distance എത്രയാ, D minus KD. സോ ഇതിന് നമുക്ക് എന്താ കെയിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. കെയിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്, M ഇൻറ്റു സിഗ്മ CBC ബൈ M സിഗ്മ CBC പ്ലസ് സിഗ്മ ST. ഈ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്യാൻ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ വേണം. K കോഎഫിഷ്യന്റ് ഓഫ് എഫക്റ്റീവ് ഡെപ്ത് K ഈക്വൽ ടു M സിഗ്മ CBC ഡിവൈഡഡ് ബൈ M സിഗ്മ CBC പ്ലസ് സിഗ്മ ST. ദെൻ മോഡുലാർ റേഷ്യോ M ഈക്വൽ ടു 280 ഡിവൈഡ് ബൈ 3 സിഗ്മ CBC. ഈ ഇക്വേഷൻ നമ്മുടെ IS 456 2000 പേജ് നമ്പർ 81 നമുക്ക് അവൈലബിൾ ആണ്. മോഡുലാർ റേഷ്യോ M ഈക്വൽ ടു 280 ഡിവൈഡ് ബൈ 3 സിഗ്മ CBC. ഓക്കെ, പെർമിസിബിൾ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ഇൻ ബെൻഡിങ് ആണ് സിഗ്മ CBC എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് അതുപോലെ തന്നെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ ഒരു സെക്ഷന്റെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് ലിവർ ആം ഡിസ്റ്റൻസും കൂടി വേണം. സോ നമുക്ക് ലിവർ ആം ഡിസ്റ്റൻസിന്റെയും കൂടി ഇക്വേഷൻ നോക്കാം. ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് D minus KD/3. D minus KD, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ D minus KD divided by 3. D എന്നുള്ളത് നമ്മൾ ഈ ഒരു ഡെപ്തിന്റെ ഈ ഒരു പാർട്ട് എടുത്തുകൊണ്ടാണ് ഞാൻ D minus KD/3 ഇട്ടേക്കുന്നത്. സോ 1 minus K/3 D, അതായത് ലിവർ ആം ഡിസ്റ്റൻസ് J എന്ന് പറഞ്ഞാൽ 1 minus K/3. സോ ഈ ഇക്വേഷൻസ് എല്ലാം നോട്ട് ചെയ്യുക. നമുക്ക് ഡിസൈനിലേക്ക് പോകുമ്പം മോഡുലാർ റേഷ്യോയുടെ കോൺസെപ്റ്റിലാണ്, നമ്മൾ എമ്മിന്റെ കോൺസെപ്റ്റിലാണ് പോകുന്നത്. നമ്മൾ ക്രാക്ട് സെക്ഷൻ പറഞ്ഞിരുന്നു. നമ്മുടെ സ്റ്റീൽ ഏരിയനെ നമ്മൾ കൺവേർട്ടഡ് ടു കോൺക്രീറ്റ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് കോൺസെപ്റ്റ് ഓഫ് മോഡുലാർ റേഷ്യോ, കെയിന്റെ ഇക്വേഷൻ M സിഗ്മ CBC ബൈ M സിഗ്മ CBC പ്ലസ് സിഗ്മ ST. മോഡുലാർ റേഷ്യോ M ഈക്വൽ ടു 280 ഡിവൈഡ് ബൈ 3 സിഗ്മ CBC. ദെൻ ലിവർ ആം J ഈക്വൽ ടു 1 മൈനസ് K/3. ഓക്കെ, ഇത്രയും നോട്ടീസ് ചെയ്യുക. ജനറൽ റിക്വയർമെന്റ്സ് നമ്മൾ പറഞ്ഞിരുന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി ഡിസൈൻ റിക്വയർമെന്റും കൂടി നമുക്കൊരു പോയിന്റും കൂടി ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ഡിസൈൻ റിക്വയർമെന്റ്സ് ആണ്. ഡിസൈൻ റിക്വയർമെന്റ്സ് നമുക്കൊന്ന് നോക്കാം. ഡിസൈൻ റിക്വയർമെന്റ്സ് നമുക്ക് ആസ് പെർ IS 3370 പാർട്ട് 2 ക്ലിയർ ആവുന്നില്ല അല്ലേ? ഓക്കെ, ആസ് പെർ IS 3370 പാർട്ട് 2
Clause 8.1, page number 5. See, here it is. Okay, page number 5 will, okay, IS 3370 part 2 clause 8 detailing 8.1 minimum reinforcement. നമുക്കൊരു ഡിസൈൻ റിക്വയർമെന്റ്സിൽ മിനിമം റീഇൻഫോഴ്സ്മെന്റിന്റെ കാര്യം കൂടി ഒന്ന് നോക്കിയിട്ട് പോകാം. 8.1 പറഞ്ഞിരിക്കുന്നത് റീഡ് ചെയ്യുക. മിനിമം റീഇൻഫോഴ്സ്മെന്റ് ഇൻ വാൾസ്, ഫ്ലോർസ് ആൻഡ് റൂഫ് in each of the two directions at right angles within each surface zone shall not be less than 0.35% of the surface zone cross section as shown in figure 1 and figure 2.5 high strength deformed bars and not less than 0.64% for mild steel bars. Okay, അപ്പം മിനിമം റീഇൻഫോഴ്സ്മെന്റ് വാൾസിനും ഫ്ലോർസിനും റൂഫ് ഓഫ് വാട്ടർ ടാങ്കിന് 0.35% ആണ് ഓഫ് സർഫസ് ഓൺ ക്രോസ് സെക്ഷൻ. HYSD ബാർസിന് 0.35% ഓഫ് സർഫസ് ഓൺ ആണ് പറഞ്ഞിരിക്കുന്നത്. മൈൽഡ് സ്റ്റീലിന് 0.64% ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സർഫസ് ഓൺ കാര്യം ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സർഫസ് ഓൺ ഡി ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് D less than 500 mm. അസ്യൂം ഈച്ച് റീഇൻഫോഴ്സ്മെന്റ് ഫേസ് controls D/2 depth of concrete. ഇനി for D greater than 500 mm ആണെങ്കിൽ assume each reinforcement phase controls 250 mm depth of concrete, ignoring any central core beyond this surface depth. Okay, അപ്പം 0.35% സർഫസ് ഓൺ ഫോർ HYSD ബാർസും 0.64% ഫോർ മൈൽഡ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റും ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മിനിമം റീഇൻഫോഴ്സ്മെന്റ് ക്യാൻ ബി ഫർദർ റെഡ്യൂസ്ഡ് ടു ഇവിടെയുണ്ട്. മിനിമം റീഇൻഫോഴ്സ്മെന്റ് ക്യാൻ ബി ഫർദർ റെഡ്യൂസ്ഡ് ടു 0.24% ഫോർ HYSD ബാർസും 0.4% ഫോർ മൈൽഡ് സ്റ്റീലുമാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇഫ് എനി ഡയമെൻഷൻ നോട്ട് മോർ ദാൻ 15 മീറ്റർ. ഇനി അടുത്ത ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്ന വോൾ തിക്നെസ്. ഇവിടെയുണ്ട് വോൾ തിക്നെസ് ഈസ് ലെസ് ദാൻ ഓഫ് സ്ലാബ് ഈസ് ലെസ് ദാൻ 200 mm ഇൻ തിക്നെസ്. വോൾ തിക്നെസ് ഇൻ സ്ലാബ് 200 mm ആണ്, ലെസ് ദാൻ 200 mm ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ടഡ് സ്ലാബ് ഓഫ് തിക്നെസ് ലെസ് ദാൻ 300 mm ആണ്. അതും ഇവിടെയുണ്ട്. ഫോർ ഗ്രൗണ്ടഡ് സ്ലാബ്സ് ലെസ് ദാൻ 300 mm. ഓക്കെ, കണ്ടോ? യെസ്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇവിടെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ബാർ ഫേസിംഗ്. എന്താ പറഞ്ഞേക്കുന്നത്? ഫോർ ഗ്രൗണ്ട് സ്ലാബ്സ് ലെസ് ദാൻ 300 mm തിക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ലാസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ബാർ സ്പേസിംഗ് ഷുഡ് ജനറലി നോട്ട് എക്സീഡ് 300 mm ഓർ the thickness of the section. അപ്പൊ സ്പേസിംഗ് എന്താ? സ്പേസിംഗ് ഓഫ് ദ ബാർ ഷുഡ് ജനറലി നോട്ട് എക്സീഡ് 300 mm ആണ്. അല്ലെങ്കിൽ തിക്നെസ് ഓർ തിക്നെസ് ഓഫ് ദ സെക്ഷൻ വിച്ച് എവർ ഈസ് ലെസ്. ഏതാണോ ലെസ് ആയിട്ടുള്ളത് അത് കൊടുക്കുക. എന്ത്? സ്പേസിംഗ് ഓഫ് ദ ബാർ നോട്ട് എക്സീഡ് 300 mm ഓർ ദ തിക്നെസ് ഓഫ് ദ സെക്ഷൻ വിച്ച് എവർ ഈസ് ലെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിസൈൻ റിക്വയർമെന്റ്സിൽ പറഞ്ഞിരിക്കുന്നത്. മിനിമം റീഇൻഫോഴ്സ്മെന്റ് HYSD ബാറിന് 0.35%, മൈൽഡ് സ്റ്റീലിന് 0.64% ആണ് പറഞ്ഞിരിക്കുന്നത്. വോൾ സ്ലാബ് ലെസ് ദാൻ 200 mm ഇൻ തിക്നെസ്സും ഫോർ ഗ്രൗണ്ട് സ്ലാബ് ലെസ് ദാൻ 300 mm, 200 300. Wall slab less than 200 mm in thickness, for ground slab less than 300 mm thick. Spacing of bars should generally not exceed 300 mm or thickness of the section whichever is less. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സർഫസ് ഓണിന്റെ ഫിഗർ ഇവിടെയുണ്ട്. നെക്സ്റ്റ് പേജിലായിട്ട് D under 300 കണ്ടോ, D/2 മാർക്ക് ചെയ്തിട്ടുണ്ട്. 300 to 500 mm നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അത് D/2 ആണ്. അപ്പർ സോൺ കാണിച്ചേക്കുന്നത്, ലോവർ സോണും കാണിച്ചേക്കുന്നത് കണ്ടോ. അപ്പർ സോണിൽ D/2 മാറിയിട്ടും ലോവറിൽ 100 മാറിയിട്ടും. ഇനി ഓവർ 500 എബോ വരുന്നെങ്കിൽ അപ്പറിൽ 250യും ഡൗൺവേർഡിൽ 100 mm ആണ്. ഓക്കെ, ഇത് ഗ്രൗണ്ട് സ്ലാബിന്റെ. ഓക്കെ, ഇത് വാൾസ് ആൻഡ് സസ്പെൻഡഡ് സ്ലാബ്സിന്റെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസൈനിൽ നോക്കാനായിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് പോകേണ്ടത് സർക്കുലർ വാട്ടർ ടാങ്കിന്റെ ഡിസൈനിലേക്കാണ്. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും
ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫുള്ളും ഡിസൈൻ ഫിലോസഫി ആൻഡ് റിക്വയർമെന്റ്സ്, അതിനുശേഷം നമ്മൾ ജോയിന്റ്സ് നോക്കി, അതിനുശേഷം നമ്മൾ മെത്തേഡ് ഓഫ് ഡിസൈൻ പറഞ്ഞു, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ റീഇൻഫോഴ്സ്മെന്റിന്റെ ഡിസൈൻ ഡീറ്റെയിലിംഗ് മിനിമം റീഇൻഫോഴ്സ്മെന്റിന്റെ കാര്യം, ഇത്രയും കാര്യങ്ങളും നമ്മൾ ആസ് പെർ IS 3370 ബേസിലാണ് കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ആണ്. ഇത്രയും ഡിസൈനിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ ക്ലീൻ ആയിട്ട് കേൾക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, വീഡിയോ കേട്ടിട്ട് നോട്ട് എല്ലാവരും എഴുതണം. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.